Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയും സിമ്പിളും ഹെൽത്തിയുമായ ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് തക്കാളി വേണം. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആയി തന്നെ ഞാൻ 3 തക്കാളി എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 4 എടുക്കാം. അല്ല കൂടുതൽ സാധനം വേണമെന്നുള്ളവർക്ക്, കൂടുതൽ കറി വേണമെന്നുള്ളവർക്ക് എണ്ണം കൂട്ടിയെടുക്കാം. 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, വലിയ സവാളയാണെങ്കിൽ പകുതി മതി, അധികം വേണ്ട. പിന്നെ കറിവേപ്പില, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇവിടെ കാന്താരിമുളക് 4 എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പീസ് കുടംപുളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തക്കാളി എണ്ണം ഒരെണ്ണം കൂടി കൂട്ടിയാലും മതി. കുടംപുളി ഉള്ളവർക്ക് കുടംപുളി ഇടാം. പിന്നെ നമ്മുടെ മുട്ട. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. അത് ഇവിടെ 2 മുളക് പൊടി വെച്ചിരിക്കുന്നത്, ഒന്ന് കാശ്മീരി ചില്ലിയും ഒന്ന് സാധാരണ നമ്മുടെ മുളക് പൊടിയാണ്. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് പിന്നീട് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ വേണം. ഇത്രയാണ് വേണ്ടത്. ഇനി എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ചെറുതായി അരിഞ്ഞ തക്കാളി, പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇടണം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് കല്ലുപ്പാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്കിടാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, അതൊരു 1/2 ടീസ്പൂണ്. മുളക് പൊടി എരിവുള്ളത് നമ്മളൊരു 1/2 ടീസ്പൂൺ ഇടണം. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒന്നേകാൽ ഇട്ടാലും കുഴപ്പമില്ല, അത് എരിവുണ്ടാവില്ല, കളർ മാത്രം അധികം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അധികമൊന്നും വേണ്ട, കുറച്ച് മതി, 1 ടേബിൾ സ്പൂണൊക്കെ മതി. എന്നിട്ട് നന്നായി കൂട്ടി തിരുമ്പി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളിതപ്പോൾ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ടും വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം. ഇതൊഴിച്ച് ഒരു പീസ് നമ്മൾ കുടംപുളി എടുത്ത് വെച്ചിരുന്നില്ലേ, അതും ഇട്ടിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ച് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് ഇത് തക്കാളിയും സവാളയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പിന്നെ മുട്ടയും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാനൊരു 1/2 കപ്പും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റൗവിൽ വെച്ച് വയ്ക്കാം. സ്റ്റൗവിൽ വെച്ച് നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാൻ വയ്ക്കാം. വെന്ത് തിളച്ച് നല്ല ഇതായി വരുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ട്. ഒന്നും കൂടിയും ഒന്ന് വറ്റി വരാനായിട്ട് നമുക്കിനി തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഇത് കറി വെച്ചത് നന്നായി ഇതായിട്ടുണ്ട്. തക്കാളിയും സവാളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ഇടാം. മുട്ട ഇവിടെ ചെറിയ മുട്ടയാണ്, അത് തന്നെ കട്ട് ചെയ്യാതെയാണ് ഇടണത്. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കട്ട് കൊടുത്തിട്ട് ഇടണുള്ളൂ. എന്നിട്ട് അതുമ്മ കൂടി നമുക്ക് ഈ കറിയുടെ ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെച്ചിട്ട് പിന്നെ കറി ഇങ്ങനെ നന്നായി ആക്കി കൊടുക്കാം.
തിളച്ച് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മുട്ടയിട്ടതിന് ശേഷം വീണ്ടും തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ, ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചാറിനനുസരിച്ച് കൂടുതലോ കുറവോ എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അധികം നേരം തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് നമുക്ക് ഇറക്കി വയ്ക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കുക. അല്ല നമുക്ക് കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഗ്രേവി അധികം വേണ്ട എന്നുള്ളൊരു അതിനനുസരിച്ച് കട്ടിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നും കൂടി നന്നായി കറിയിലെ വെള്ളം വറ്റിയതിന് ശേഷം ഒഴിച്ചാൽ മതി. ഇവിടെ ലൂസായിട്ട് വേണം, അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടുള്ളത്. ഇതാ ജസ്റ്റ് തള ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് കറി താളിച്ചൊഴിക്കാം. താളിച്ചൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മേലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാനായിട്ട് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും വേണ്ടു. ഇത് അരിഞ്ഞത് ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇതൊന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ ആ താളിച്ച ഉള്ളി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലും ഇതൊക്കെ കറിയിലേക്ക് നന്നായി വരും. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി, ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഇന്നെന്താ ഉള്ളത്? മുട്ടക്കറിയും അപ്പമാണ് ഉള്ളത്. സൂപ്പറായിട്ട് അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ ഈസിയാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. പിന്നെ അപ്പവും മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തണം. എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.